നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാസ്റ്ററേ, ആഹാ, ഇതാരും മഴയോ? വാ ഇരിക്കാം. ഇതെന്താ ലഞ്ച് ബോക്സ് ഒക്കെ ആയിട്ട്? ഇപ്പൊ ലഞ്ച് ടൈം അല്ലേ? മോള് കഴിച്ചോ? ഇല്ല, ഞാൻ ലഞ്ച് ബോക്സ് എടുത്തോണ്ട് നേരെ മാസ്റ്ററിന്റെ അടുത്തേക്ക് പോന്നു. എന്തിന്? കഴിച്ചിട്ട് വേണ്ടേ വരാൻ? ആദ്യം പറഞ്ഞു കഴിച്ചിട്ട് പോയാ മതിന്ന്. പക്ഷെ എനിക്ക് മാസ്റ്ററിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നി, അതാ വന്നത്. അയ്യോ, മാഷ് മെസ്സി പോയല്ലേ കഴിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, മോള് കഴിക്കാം, മാഷ് കൂടെ ഇരിക്കാം. എന്താ, അതുപോലെ? പോരാ, മാസ്റ്ററും കൂടെ കഴിക്കണം. അല്ലെങ്കിൽ മാസ്റ്റർ എനിക്ക് ചോറ് വാരി തരുമോ? പ്ലീസ് മാസ്റ്റർ. ഓക്കെ, ഞാൻ വാരിത്തരാം. എന്നാ നമുക്ക് പോയി കൈ കഴുകിയിട്ട് വരാം. വാ. മാസ്റ്ററെ, ഓപ്പൺ ചെയ്. നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ? കഴിക്കാം. അതെ, എനിക്കൊറ്റയ്ക്ക് കഴിക്കാനല്ല ഞാൻ ഇതുമായിട്ട് ഇങ്ങോട്ട് വന്ന. മാസ്റ്ററും കൂടി കഴിക്കണം. ആഹാ, ഇതെല്ലാം കൂടെ മാസ്റ്റർ കഴിച്ചാ പിന്നെ മോക്ക് വിശക്കില്ലേ? ഇല്ല, വിശക്കില്ല. മാസ്റ്റർ കഴിച്ചേ പറ്റൂ. മാസ്റ്റർ മെസ്സി പോയി കഴിച്ചോളാം മോളെ, മോള് കഴിക്ക. അതെ, ഇതിവിടെ മെസ്സിലെ കണക്കല്ല. ഇതെന്റെ അമ്മൂട്ടി ഉണ്ടാക്കിയ ഫുഡാ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മാസ്റ്റർ ഒന്ന് കഴിച്ചു നോക്കേ. അമ്മൂട്ടി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ആണോ? ടേസ്റ്റ് ആണോന്നോ? ഒരു ദിവസമെങ്കിലും അമ്മൂട്ടി ഉണ്ടാക്കിയ ഫുഡ് മാസ്റ്റർ കഴിച്ചു നോക്കണം. സൂപ്പറാ. മാസ്റ്റർക്ക് ഞാൻ തരാം. മതി മതി. ഞാൻ പോയി കൈ കഴുകിട്ട് വരാവേ. അതെ, ഇന്നെ ചെസ് പഠിപ്പിച്ചു തരണം കേട്ടോ? അത് ശരി, ചെസ് പഠിപ്പിക്കാൻ വേണ്ടി സോപ്പിടാനല്ലേ ഇതൊക്കെ കൊണ്ടുവന്നത്? സോപ്പിടാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ കൊണ്ടുവന്നേ. ഞാൻ ഫുഡുമായിട്ട് മാസ്റ്ററിന്റെ അടുത്ത് വന്ന എന്തിനാന്നറിയോ? എന്തിനാ? എനിക്ക് മാസ്റ്ററിനെ ഒരുപാട് ഇഷ്ടാ. അയ്യേ, നെറ്റിയിൽ എച്ചില് പറ്റി.
ദേ എന്റെ വയറ് കണ്ടോ? നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ ഇനി അധിക ദിവസം ഇല്ല കാർത്തി. എന്തിനാ ഇനി നമ്മുടെ കുഞ്ഞെന്ന് പറയുന്നത്? നമ്മുടെ മോളെന്ന് പറഞ്ഞാ പോരെ? മോളെന്നങ്ങ് ഉറപ്പിച്ചോ? ഉറപ്പിച്ചു എന്ന് മാത്രമല്ല, മോൾക്കിടാനുള്ള പേരുകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആഹാ, അതുകൊള്ളാലോ. എങ്കിലത് ഞാനും കൂടെ കേക്കട്ടെ. ഏത് പേരുകളാ മോൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നെ? അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞു തീർത്ത് കളയാൻ പറ്റില്ല. ഇതുവരെ ഒരു 280 പേരുകളെങ്കിലും ആയി കാണും. ഈശ്വര, 280 പേരോ? ആഹാ. നിന്റെ വയറ്റിൽ നമ്മുടെ മോള് പിറന്നു എന്നറിഞ്ഞ ദിവസം മുതൽ ഓർമ്മയിൽ വരുന്ന ഓരോരോ പേരുകൾ ഞാൻ എഴുതി ചുരുട്ടി ഒരു ഗ്ലാസ് ടംബ്ലറിലാക്കി വെച്ചിട്ടുണ്ട്. എന്തിന്? മോൾക്ക് പേരിടാൻ സമയമാകുമ്പോ ആ ഗ്ലാസ് ടംബ്ലർ എടുത്ത് നിന്റെ കയ്യിലേക്ക് തരും. അതിൽ നിന്ന് ഒരു പേര് നീ സെലക്ട് ചെയ്യണം. അതായിരിക്കും നമ്മുടെ മോളുടെ പേര്. എടി കാന്താരി, മാസ്റ്റർ എന്താ ആലോചിച്ചോണ്ടിരുന്നേ? ഞാനേ മോളെ കുറിച്ച് ആലോചിച്ചത്. എന്നെ കുറിച്ചാണോ? മോളെ കുറിച്ച് തന്നെ ആലോചിച്ചത്. എന്താ ആലോചിച്ചത്? അതൊരു വലിയ കാര്യമാ. പിന്നെ പറഞ്ഞുതരാം കേട്ടോ. എങ്കിലേ ഞാൻ പോയി ചെസ് ബോർഡ് എടുത്തിട്ട് വരട്ടെ. നമുക്ക് കുറച്ചു നേരം കളി പഠിച്ചാലോ? പോയി എടുത്തിട്ടോ. ഓക്കെ മാസ്റ്റർ, ഞാൻ വേഗം വരാം.